എന്താന്ന് പണി? പണി പല പരിപാടി ഉണ്ട്. അച്ചുമുളക് ഉണ്ടാക്കാണ്ട് അച്ചുമുളക് ഉണ്ടാക്കി വരട്ടെ കേട്ടോ. ഒരുങ്ങി റെഡി നിൽക്കുക. കയ്യൊന്നും ഇല്ല കൊടുക്കണേ. ഇത് ഞാൻ അലമാരയിൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ച സാധനം. അപ്പൊ മഴ ചെയ്ത പോക്ക് ഇത് വേണം. കടിക്കാ കടിക്കാ കടോ മുഖം ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് കുറച്ചില്ലേ ലൂസാ. ഒന്ന് പൊട്ടക്കടിക്കണേ പാമ്പും പൊട്ട ഇതേ കുട്ടിക്ക് പറ്റുള്ളൂ. ചിലപ്പോൾ വളയൊക്കെ ചെയ്യും. പാമ്പല്ലേ വളഞ്ഞു പോകും. ആ ഒരു എന്തോ ഒരു പൊട്ടിട്ടപ്പോൾ മായച്ചപ്പോൾ ഞാൻ എനിക്ക് പാമ്പ് പൊട്ടിട്ടല്ല ഞാൻ അറിഞ്ഞ ആ പറഞ്ഞോടുകൂടി ഞാൻ കുടുങ്ങി. ഇപ്പം കുട്ടിക്ക് പാമ്പും പൊട്ടേ പറ്റുള്ളൂ. ചാറ്റോടുക്ക്. അപ്പോൾ നമ്മൾ പുതിയ കുളച്ചുടി ചാറ്റാ. ഓ എന്താ സന്തോഷം നിൽക്കണേ. കൊച്ചു ട്രോഫി കളിക്ക് ഇവിടെ നിന്നിട്ട് ടപ്പ് ടപ്പ് ചാനകി കളിക്ക്. അറിയില്ല അത്. അപ്പൊ ഞങ്ങൾ പോയി വരട്ടെ. എന്നാല് വന്നിട്ട് അതിലല്ല ഇതിലേ പോകുള്ളൂ. വേഗം വരൂ. ഞങ്ങൾ പോയി വരട്ടാ. എന്താ ഭക്ഷണം? ഇന്ന് നമ്മളെ ഭക്ഷണം ദേശീയ ഭക്ഷണം. ഇന്ന് കപ്പയും മീനല്ല. നിങ്ങളിപ്പോ വെറൈറ്റി ആക്കട്ടെ. പൂളാറിനാല് ഞങ്ങള് പൂളാന്നറിയത്. അപ്പൊ നിങ്ങള് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു കോഴിക്കോടുകാര് വലിയ ഭാഷക്കാര് വെറൈറ്റി ഭാഷ അങ്ങനെയല്ല. ഒരു അഹങ്കാരം. നിങ്ങളെ ഭാഷ നല്ല ഭാഷ. ഞങ്ങളെ മലപ്പുറം ഭാഷ. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് ഉള്ള ഇഷ്ടമുള്ള പോലെ ഞാൻ സംസാരിക്കല്. ഞാൻ പ്രത്യേകിച്ച് ഭാഷ പിടിച്ച് സംസാരിക്കലൊന്നും. പക്ഷെ ഞാൻ നിങ്ങളെ ഭാഷ ഉണ്ട് ഞങ്ങൾ പ്രേമിച്ച് കെട്ടിയത് കേട്ടോ. ഇപ്പൊ തനി മലപ്പുറം ഏതാന്നൊക്കെ ചോദിക്കാം. അത് നല്ല ഭാഷയായിരുന്നു. അപ്പൊ ഞാൻ വെള്ളിക്കമ്മൽ ഇട്ടെടുത്തത് അത് ഒന്ന് കളഞ്ഞു. അല്ല അത് മേടിക്കാൻ സ്വർണം വാങ്ങാൻ കാശില്ലാത്തോണ്ടല്ലേ. ഒരു മുക്കിന്റെ മിനി വാങ്ങി അതും കളയുന്നൊക്കെ തോന്നുന്നത്. അതിന്റെ ബാക്കിൽ ആണി കുറഞ്ഞൊരു ഇതുണ്ട്. സ്വർണ്ണൊക്കെ വാങ്ങാം നമുക്ക്. വില കുറയട്ടെ. എന്തിനാ വെറുതെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാ പറയാ. ഒരു മനുഷ്യനെ മോഹിപ്പിച്ച് നിർത്തണേനൊക്കെ പഠിച്ചേക്കണേ. ദൈവം കാണുന്നോ കേട്ടോ. അല്ല നമുക്ക് സ്വർണം വാങ്ങാം. കുറച്ച് കഴിയട്ടെ. വില കുറയട്ടെ. സ്വർണ്ണം മറ്റേ ബാലേട്ടൻ സിനിമയിൽ പറയുമ്പോൾ എനിക്ക് അലർജിയാണ് സ്വർണ്ണം. വേണ്ട, സ്വർണ്ണം നമ്മൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെയെന്നു മലപ്പുറം കത്തി. ഇവിടെ അർജന്റീനന്റെ കളീന്റെ അന്നേ ഇന്നെ പൊരിക്കായിരുന്നു. ബ്രസീലിന്റെ കളീന്റെ അന്ന് എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഞങ്ങളുടെ മുന്നിൽ പൊരുതി നിന്നില്ലേ. അന്ന് ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാ അവസരം വരും. എങ്ങനെ ആ ഓരോരുത്തരെയും മസില് പിടിച്ച് ചായ ഉണ്ടാക്കണ്, മിക്സർ തിന്നണ്, കടല തിന്നണ്. അങ്ങനെ കളിയൊക്കെ ആകുമ്പോ തോൽവിയും ജയവും. അതൊക്കെ അതല്ല നിങ്ങൾ പറയണത്. നിങ്ങളെ എന്താണ് മറ്റേ ചെക്കന്മാരൊക്കെ എടുത്തിട്ട് അടിക്കുക. ഒരു മറ്റേ ഇതിന്റെ മുന്നത്തെ കളിയിലുണ്ട് മെസ്സി പന്തും ഇങ്ങനെ കിടന്നുറങ്ങണേ കൊടുക്കണെന്നല്ല പന്ത്. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളെ കളീന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ പിന്നെ ഞങ്ങൾക്കും പറ്റും, ബ്രസീലുകാർക്കും പറ്റും. അതൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ എവിടെ എത്തിയില്ലല്ലോ. നിങ്ങളൊക്കെ തെറിച്ചില്ലേ. ആയിക്കോട്ടെ. ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ കളിച്ച് തോറ്റതായി ഒരു പരാതിയില്ല. ഞങ്ങള് സെക്കൻഡാണ്. ഫസ്റ്റ് ഇല്ലെങ്കിൽ സെക്കൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. ആയിക്കോട്ടെ. ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് നിങ്ങളത്ര അഹങ്കാരമില്ല. ഓ മെസ്സിയൊക്കെ വിചാരിച്ച് ഓൻ തന്നെയാണ് രാജാവ് വിചാരിച്ചേ. ഇഷ്ടനെ പല പോലെ വളർത്തുന്നറിയാം. ആ രണ്ട് ഇതിന് നിങ്ങളാണ് ജയിച്ചപ്പോ നിങ്ങൾക്ക് അഹങ്കാരം കൂടി. നിങ്ങള് എന്തേന്ന് മറ്റേ ബ്രസീലിലെ ബാനറൊക്കെ വലിച്ച് കീർന്ന് ചീത്ത പറയണ്, തെറി വിളിക്കണ്, ഓരോരുത്തര് മൊട്ടടിക്കണ്, സാരി എടുത്ത് പോണു. ഓ അങ്ങനെ ഞങ്ങളെ ശാപാണത്. അപ്പൊ ഓർത്തായിട്ട് എന്നോട് പറയണേ നമ്മളൊക്കെ ശാപട്ടോ. തോൽക്കണോല് തോൽക്കണ രണ്ട് കളി വളരെ വീക്കായി പോയി. അതാ പറ്റിച്ചു. കളിക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ. അതുകൊണ്ടാണ് അത് ഇത്രയും കളിച്ചത്. അത് പറയുങ്ങള് ചെറുപ്പിക്കല്ലേ. കളിക്കാരെ കണ്ടപ്പോഴേ എടുത്തു. അല്ല കളിയില് മെസ്സിനെ ഗ്രൗണ്ടിൽ കണ്ടിട്ടെന്നല്ലേ ഓനൊക്കെ കളിച്ചിന്. എവിടെ കളിക്കുന്ന ഞാൻ മെസ്സിനെ ഇങ്ങനെ തെരഞ്ഞു നോക്കുക. പന്തിട്ടാത്തോണ്ട് ഒരു ക്യാമറ വല്ലാതെ മൂപ്പരെ കാട്ടിയില്ല. അതിന് അതന്നെ നിങ്ങൾ കളിക്കാരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ജയിച്ചു പോയി. കളിക്കാരാണ് വന്നപ്പോഴേ മെസ്സിയൊക്കെ കിടന്നുറങ്ങാൻ പോയി. മെസ്സിന്റെ ആരാധകർ ഇന്ന് തല്ലി കൊല്ലാൻ ഞാൻ മതിയെന്നല്ലേ. എനിക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ പരിപാടി പറഞ്ഞാൽ അവിടെ റോഡ് ഭയങ്കരമായിട്ട് സ്ലിപ്പാണ്. കാരണം ഇതിൽ കുറേ കുട്ടികളൊക്കെ നടന്നു പോകണം. അംഗനവാടി ഇന്നാള് ഞാൻ ഒരു വട്ടം അവിടെ ഒരത്തി ക്ലിയർ ആക്കി. പക്ഷെ നന്നായിട്ടില്ല. നന്നാകല്ല പിന്നെ പായലിങ്ങനെ വരിക. അപ്പൊ അത് ഇത് ഒരതി പണിയെടുത്ത് കുറച്ചു നേരം പണിയെടുത്ത് റോഡ് ഫുള്ള് കുത്തിരുന്ന് ഒരക്കലായിരുന്നു പണി. കാരണം അവിടെ ഫുള്ള് പായല്
പിടിച്ചിട്ട് മക്കള് നടന്നു പോണം. കാരനാണ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ കുറച്ചൊക്കെ കൂടി കൊടുത്തിന്. ബാക്കി അല്ല അപ്പൊ ഇത്രയും കാലം പണിക്കുമ്പോ നിങ്ങൾക്ക് അറിയില്ല വഴുക്ക് വരും എന്നുള്ളത്. വഴുക്ക് വരും എന്നുള്ള ഉറപ്പല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഇട്ടാ മതി അപ്പത്തെ ടൈമില്. അതിന് അങ്ങനെ ഇടാൻ എന്താ പറ്റില്ല. അറിയോ, ഈ പണ്ടുള്ള ആൾക്കാർ പറയും എന്ത് പണിയാണ് എടുക്കുമ്പോ പെണ്ണുങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കണോ. അപ്പോഴേ അവിടെ ഫുള്ള് കോൺക്രീറ്റ് അല്ലടാ, അത് അങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അതിന്റെ വണ്ടി വരെ സ്ലിപ്പ് ആണ്ടേ. ഇന്ന് കുട്ടികളെ പോണ പോക്ക് കണ്ടങ്ങള്. കുട്ടികളെ പറഞ്ഞിട്ട് മുകളിലത്തെ മക്കളൊക്കെ ഫുള്ള് ഓട്ടി കളിക്കാൻ. അച്ഛനോട് പോണോണ്ട് നിങ്ങള് അതാ പറഞ്ഞേ പോക്ക്. എന്നിട്ട് ഇങ്ങോട്ടൊരു വരവുണ്ടോക്ക് ഇങ്ങോട്ട് താഴോട്ട്. അതാണ് വീണാൻ തരാം. പല്ലും ചെറിയ മുഖവും ചന്തിയൊക്കെ പോകും. കമ്പനി പെയിന്റ് പോയാലേ ഒരു സുഖം ഉണ്ടാവൂല. എന്റെ കുട്ടികള് അച്ഛൻ്റെ അമ്മരുണ്ട് എന്നെ കാണുമ്പോ. സിനിമ അങ്ങോട്ട് ഓർമ്മ വരും. മറ്റേ അച്ചുവിന്റെ അമ്മ സിനിമ അല്ലേ, അങ്ങോട്ട് ഓർമ്മ വരും. അച്ചുവിന്റെ അമ്മ മോളത്തെ അപ്പു അങ്ങനെ പറയാം. അച്ചുവിന്റെ അമ്മ നിന്റെ അച്ചുമോളാണ് പറയും. അംഗനവാടിയിലൊരു അല്ലിമോളെ ഇറക്കി കുട്ടിയുണ്ട്. അത് അച്ചുമോളങ്ങനെ തോന്നും. അല്ല മറ്റേ വേറെ ഒരു കടിയില്ലാത്തൊരു കുട്ടിയാട്ടാ അത്. അപ്പൊ ഓളെ ഇങ്ങനെ കുഞ്ഞിത്താട്ടൻ എന്നറിയല്. കുഞ്ഞിത്താട്ടൻ ഇവിടെ ഇങ്ങനെ തോണ്ടും. ഇപ്പൊക്ക് തോണ്ടാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ അമ്മയുടെ കുട്ടിയെ തോണ്ടുമ്പോ അമ്മയുടെ കുട്ടി അങ്ങനെ തോണ്ടിക്കോളുണ്ടാണ്. ഇപ്പൊ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടാൻ വന്ന അറിയിങ്ങനെ കേട്ടു. അപ്പൊ ടീച്ചർ അപ്പൊ സെറ്റായി ഇങ്ങനെ ടീച്ചർ പണി ഉണ്ടെങ്കിൽ. അപ്പൊ പിന്നെ 2 പണി ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. ലീവുള്ള ദിവസം 2 3 അതിലേറെ പണി ചെയ്യൂല. അയല് കെട്ടിയോ? അയല് കെട്ടി. അത് ഒരു പണി. ഒരാ പേരക്കന്മാരെ വെട്ടിയപ്പോ അതിൽ ഒറ്റ കേട് നോക്കി കെട്ടാനും കഴിയില്ല. ഒരു പണി അത്. രണ്ടാമത്തെ പണി ഇനി കുറച്ച് തുണി അലക്കാനുണ്ട്. പടയ്ക്ക് കഴിയില്ല, അതുകൊണ്ടാണ്. പിന്നെ 3ാമത്തെ പണി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ചിലപ്പോ വണ്ടി കഴുകലാണ്. അത് നോക്കട്ടെ. ഞാന് വണ്ടി ആകെ മറ്റേ കാളകൂട്ടിന്റെ കാള പോയ പോലെ ആ ഊരവേദന ഉണ്ടായാലും പുറത്തൊന്നും ഞാൻ അലക്കലില്ല. ഫുള്ള് ഡൈപ്പാണ് മക്കളെ. ഫുള്ള് ഡൈപ്പ്. പണി മുഴുവൻ നമ്മക്കാണ്. ഒരു ഊരവേദന കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ വർഷം ഉണ്ടായതാ. അതിന് ശേഷം നമുക്ക് ധൈര്യമല്ല. ഫുള്ള് തട്ടിപ്പാണ്. പെണ്ണുങ്ങള് എല്ലാവരും സ്ഥിതി ഇത് തന്നെയാണ്. ആണുങ്ങളെ ഏതാ വണ്ടിത്താ ആണുങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കുക. പിന്നെ ഫുള്ള് പെണ്ണുങ്ങളെ തട്ടിപ്പാണ്. ഏതായാലും ഞാൻ പോയി കുളിക്കട്ടെ. മേലൊക്കെ ചെളിയായിരിക്കും. ഞാൻ അവിടെ ഇതൊക്കെ കിട്ടിയത് വെച്ച് എന്തെങ്കിലുമൊക്കെ വെള്ളം ചെടിയിൽ എന്തൊക്കെ ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. എന്താ ഈ കഴിക്കാനായോ? പൊടിന്ന് പറഞ്ഞാൽ എന്റെ മകളോടൊക്കെ കലക്കി പോയതല്ലേ. അങ്കംപെട്ട് കൊതിപ്പിക്കല്ലേ. ശരി ശരി ആയിക്കോട്ടെ. അച്ഛനോട് കട പണിയിടങ്ങള് ഞാൻ ഇവിടെ ഇത് അരി ഇറക്കിയിടുന്നല്ലേ. അതിന്റെ അരി അരച്ചപ്പോ എന്തോ അതിൽ കൈയിടാൻ കിട്ടാത്തതിന് ഈ ഇതുണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ എടുത്തിട്ടൊരു ഒറ്റ കയറി ഞാൻ വെച്ച് കരണ്ടെടുപ്പ് പൊട്ടിന്ന്. എന്തൊരു കുടുംബായിന്നറിയോ. ടീച്ചറൊക്കെ ചീത്ത അറിയാലോ. എന്നാൽ ടീച്ചർ ഹെൽപ്പറിയില്ലല്ലോ ചീത്ത അറിയണേ. പൊന്നെ കൊടു ടീച്ചർ ഞാൻ ചെന്നപ്പോലെ ഇന്ന് എന്റെ മകളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് പറയുന്നത്. പപ്പയ്ക്ക് പഞ്ഞു പൊക്കും, അമ്മയ്ക്ക് പഞ്ഞു പൊക്കും, അടി കിട്ടും എന്നൊക്കെ പറയും. അത് ചെറിയതൊന്നും നമുക്ക് തിരിയൂല. ഓടി വെച്ചില്ലായി. എന്താണ് കുട്ടിന്റെ കുറുമ്പ്. എന്നാ മറ്റോക്ക് അത്ര കുറുമ്പില്ലേന്ന് കേട്ടോ. ഇത് കുറച്ച് എത്രയാ മുടി ജനലൊക്കെ എടുത്തു വെക്കാത്തണ്ടല്ലേ. എടുത്തേക്ക് അംഗനവാടിക്ക് പോകുമ്പോ 2 ഇതും കുടുക്കി കൊടുക്കും. അവിടെ ചെല്ലുമ്പോണ്ടോ ഇങ്ങനെ കിണക്കിടും മുടി. ടീച്ചർ ചിലപ്പോ മേഖല ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും കേട്ടോ എന്നോട് ടീച്ചർ. കൊറേയൊക്കെ ടീച്ചർ വെച്ചിട്ട് കൊടുക്കും. അതന്നെ നോക്കിക്കാൻ കഴിയും. ഇവരെ അതന്നെ കുട്ടികൾ കുറെ ഉണ്ടാവുമ്പോ. അത് ശരിയാണ്. ചാപ്പാടായി നോക്കിയ ചായ ചൂടാക്കട്ടെ. ഓക്കെ ചായ എടുക്ക്. പറഞ്ഞ 3 പണി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. ആരോട് പറയണ ആര് കേൾക്കണ്. എല്ലാ പരിപാടിയും കഴിച്ചു. പാല് വാങ്ങാന്ന് പറഞ്ഞിട്ട് മോളും ഞാനും കൂടെ മോളെ കൂട്ടുകാരിന്റെ വീട്ടിൽ പോയി. പിന്നെ ഞാൻ മോളെ അവിടുന്ന് പൊക്കി എടുത്തു കൊണ്ടത്. അപ്പം ചെറിയൊരു മഴ ചെയ്തു. അപ്പോൾ എന്താ പറ്റി, ഞങ്ങൾ കുറച്ച് ബേക്കറി കീക്കറി ഒന്നും മേടിച്ചില്ല. കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച്. പിന്നെ സാമ്പത്തികം മോശമാണ്. പേക്ക് ചെറുതായി. അത് 10 രൂപേൻ്റെ പേക്കാ. സാധാരണ ഇതൊക്കെ മേടിച്ച് അത് നോക്കണ്ട, കാര്യം നടക്കട്ടെ ചേച്ചി. ചെറുത് കിട്ടിയത് വാങ്ങിപ്പോകും. ഞാൻ നല്ല ചീത്ത അറിയിട്ടോ മോളെ. എന്താ അറിയോ, അതല്ല
5:45 കുട്ടീനെ കാണാനില്ല. അതിന് ഞാൻ മറ്റോളം വീട്ടിലേക്ക് വിളിച്ച്. അപ്പൊ അവിടെ എത്തിയിട്ടുള്ളൂ. ഞാൻ അമ്മേനെ വിളിക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് പോയത് ചോദിച്ചത്. നേരം വൈകിയപ്പോ അങ്ങോട്ട് പോയതാണ്. അപ്പൊ നേരം വൈകിയപ്പോ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതിൽ പിന്നെ രാത്രി വേറെ ഒരു കൂട്ടുകാരി വിളിക്കുന്നേ. അപ്പൊ ഇവിടെ കുളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കുളിക്കുകയാണ് എന്തേ ചോദിച്ചാ എഴുതാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വൈകുന്നേരം വരെ ഒരുമിച്ച് നിൽക്കലേ എന്താ നിങ്ങൾക്ക് ഇത്ര പോലെ പറയാനുള്ളത് ചോദിച്ചാണ്. അപ്പൊ മറ്റോളമ്മ ഫോണ് വാങ്ങിയാണേ ഫോണ് കൊടുക്കണ്ട എഴുത്തൂല വായനയില്ല അത്രയ്ക്കോ പറയുന്നങ്ങനെ അയ്യാന്നല്ല അങ്ങോട്ട് ചീത്ത പിന്നെ സ്കൂളിൽ വന്നാൽ എന്താ പണി ഫോൺ വിളിക്കുക എന്താ ഇത്ര പോലെ പറയാനുള്ളൂ എനിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ കണ്ടുപിടിക്കട്ടോ പറഞ്ഞാല്. ഇന്നലെ അതാണ് ഇന്നലെ പാലൊന്നും വാങ്ങാൻ നേരം കിട്ടിയില്ല. ആ ഫ്രൂട്ട്സും വാങ്ങി വേഗം വണ്ടി കയറി പോന്നു. മഴയും പെയ്തപ്പോ തന്നെ ശ്രദ്ധിക്കാഞ്ഞാലേ അല്ല ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ എന്നാലും നമുക്കൊരു പേടിയല്ലേ ഇപ്പോഴത്തെ കാലം അതല്ലേ. ശരിയാ നല്ലതാ പേടിയാ. ഞാൻ ബൂസ്റ്റ് 2 കൊണ്ടുവന്നിരുന്നില്ല. അതെന്ന് അച്ഛമോള് പോളിഷ് ഒക്കെ തിന്നൂലേ തീരുമാനാക്കിയപ്പോ അല്ലേ പണ്ടാറടിങ്ങി രാവിലെ നിങ്ങൾക്ക് ചാടിച്ചുടേനോ നോക്കണ്ട. മോളെ കൊണ്ടാക്കാൻ പോകുന്നോണ്ടേ ആകെ സൂപ്പാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ പോകണം. ഉറങ്ങണ നേരത്താവൂലേ. വന്നതൊക്കെ ശരിയാണ്. എന്ത് മേശിന് കീഴീന്നു പറഞ്ഞോളിനോട് ഞങ്ങൾ നടന്നിങ്ങനെ പോകുമ്പോഴേ ചിലപ്പോ കൈ വിട്ടണം അത് കേറിക്കൂടി ഒക്കെ പറഞ്ഞു ഞാനേ അവിടെ കിടക്കുന്നേ അമ്മ വികല്ലേ അറിയുന്നോട് നല്ല കരുതല അപ്പൊ വീണ് പോകും കുട്ടീനെ പിടിക്ക് കുട്ടി വീണ് പോകും എന്നൊക്കെ പറഞ്ഞു. നല്ല കരുതല നല്ല ശ്രദ്ധിച്ചു. ഇന്നലെ ഞാൻ നിങ്ങളെങ്കിലും വൈകുന്നേരം ഞാൻ അവന്റെ കാല് അതിങ്ങനെ കാട്ടിയപ്പോ കുളിക്കെടുക്കാൻ പോകണ്ടോ നിങ്ങള് ഒക്കെ സ്നേഹം വലുതാകുമ്പോ എന്താണോ ശരി. നമ്മളാരും പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലോ മക്കളെ കണ്ടും മാമ കണ്ടും കൊതിക്കരുത് എന്നറിയാം. അല്ല ഓര് നന്നായിക്കോട്ടെ മക്കളെ അമ്മക്ക് അവനത് കാണണ്ടല്ലോ. പ്രതീക്ഷകൾ ഒന്നിനും പാടില്ല. എനിക്ക് വളരെ കുറച്ച് വേണമെങ്കിൽ പിന്നെ എടുക്കാം. നമ്മളിപ്പോ മറ്റേ പോലെ ഉണ്ടാക്കല്ലേ എന്നല്ലേ ഈ ചിക്കൻ വാങ്ങോണ്ട് നമ്മള് വെള്ളാക്കിയിട്ട് ഉണ്ടാക്കിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പൊ ഇനി കറി ഉണ്ടാക്കണോണ്ടായി അങ്ങനെ ഉണ്ടാക്കലില്ല നമ്മള്. അതെ അതെ അതെ. നിങ്ങൾ ഇന്നലെ എങ്ങനെ ഇട്ടിയത്? ഞാൻ ഇട്ടിട്ട് വേറെ മോഡലിലാ വന്നത്. ഇങ്ങനെ ഇട്ടിയത് നിങ്ങള് ഞാൻ ഇട്ടിട്ട് ഭയങ്കര ടൈറ്റ് പിന്നെ ഊരാൻ കഴിയുന്നില്ല. അതെന്താ ഊരി കഴുകാഞ്ഞാലേ അതിന്റെ ഉള്ള അതൊക്കെ അങ്ങനെ തന്നെ ചെയ്ത്. ഇത് 2 ഭാഗം ഉണ്ട് ഇതിന് അറിയാനായിട്ട്. നല്ല ടൈറ്റൂലേ. നല്ല ടൈറ്റ് വേണം അല്ല ലീക്ക് ആവേ. ആണോ മിക്സി മാറ്റിയെന്നില്ല എത്ര കാലമായി വാങ്ങിയിട്ട് ആണോ തന്നെയാണ് തോന്നുന്നില്ലേ. അങ്ങനെ തന്നെ മിക്സി ഒക്കെ മാറ്റാനായി. മിക്സി മാറ്റാനായില്ല എത്ര വർഷം പഴക്കണ്ട്. ഫ്രിഡ്ജ് മാറ്റാനായി. ഫ്രിഡ്ജ് വേണ്ട മിണ്ടണ്ട മഴക്കാലം വിളിച്ചപ്പോ എന്തോന്ന് പറഞ്ഞു ചോറും കറിയൊക്കെ ആയോ ചെയ്യാനേ. എന്നോട് ഇന്നലത്തെ കറി ഉണ്ട് ഫ്രിഡ്ജിലുണ്ട് പറഞ്ഞേ. ഇങ്ങനത്തെ ഫ്രിഡ്ജില്ലേ ചേച്ചിനോടെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ല ഞാൻ. പച്ചമോള് എന്താ ഫ്രിഡ്ജ് ഉണ്ട് ഇതെന്തൊരു ഫ്രിഡ്ജാ ചിക്കൻ പാർട്സ് അല്ല ഓണായി ടച്ച് ചെയ്തപ്പോ ഓണായി. പാർട്സ് ഇല്ല ചിക്കനാക്കി. പാർട്സ് ഇല്ലാന്നിട്ടല്ലേ ഞാൻ നന്നാക്കാനാവില്ല. ഇവിടെ പണി ഉണ്ടല്ലോ പെരയില് അത് വിചാരിച്ചിട്ടാ. മതി ചൂടായത് മതി. നാളെ അച്ഛമോള് ചായ അടിച്ചാലേ ചായ എന്തോന്ന് കൊടുത്ത് ചായ തോന്നില്ല. നല്ല മധുരം എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ. അപ്പൊ മച്ചോളം തരണത് അറിയോ അവന്റെ അമ്മ അച്ഛമോള് വരെ പറയലോ എന്റെ കളിയൊക്കെ ഇട്ട്. ചിലപ്പോ കുട്ടിക്ക് ആദ്യമായിട്ട് കിട്ടില്ല അത് എങ്ങനെയാണ് അച്ഛമോള് വെച്ചാൽ ചായ കുടിക്കണൊക്കെ ചോദിക്കും അച്ഛമോളോട്. ഇതിൽ കറി വെക്കട്ടെ സൈഡിൽ വെക്കാം. അതെയോ നിങ്ങൾക്ക് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കൂട്ടാനല്ല ഇഷ്ടം. ഞാൻ ഇതിലാണ് വെക്കലുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് റെഡി ആയിട്ട് ചോറാണ് നിങ്ങൾക്ക്. നീ ചോറൊക്കെ ബാക്കിയോട്ടേക്ക് ചമ്മന്തിയാണോ കഴിക്കൂ. ഇതൊക്കെ സ്കൂളിലേക്ക് ഉണ്ടാക്കിയത്.
ഇതൊക്കെ കഴിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഇത്രയും ഉള്ളൂ കേട്ടോ. പോളിയും ചിക്കൻ കറിയും കട്ടൻ ചായയും. നല്ല വൈബല്ലേ, നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കൊലയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കഴിക്കില്ലേ, പൂച്ചക്കറി കഷ്ണം അറിയും, ഞങ്ങളൊരു കഷ്ണം കഴിക്കും എല്ലാം പൂച്ചക്കില്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും ഉള്ളൂ കേട്ടോ, പോളിയും കട്ടൻ ചായയും ചിക്കൻ കറിയും. അപ്പൊ ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. ചേട്ടാ.